വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, അവർ ഒപ്പിടുന്നു. ആ ഒപ്പിടുന്നതിൽ നിന്ന് അവർ പിൻവാങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് അത് കേരളത്തിലെ വിദ്യാർത്ഥികളോടുള്ളൊരു വഞ്ചനയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയൂ. ഇനി ഇതും ഒരു ഒത്തുതീർപ്പാണോ എന്നറിയില്ല. കാരണം തൽക്കാലം ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പിടിവള്ളി കൊടുക്കാൻ വേണ്ടി CPIക്ക് തൽക്കാലം പിൻവാങ്ങാനുള്ള ഒരു പഴുത് കൊടുത്തുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ സജീവമായിട്ട് PM ശ്രീ പദ്ധതിയുമായിട്ട് സഹകരിക്കുമെന്നാണ് മറ്റു പലരും ചിന്തിക്കുന്നത്. കാരണം തൽക്കാലം CPIക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തങ്ങൾ പിൻവാങ്ങാൻ പോകുന്നു. പിന്നീട് അവർ പറയും ഞങ്ങൾക്ക് പിൻവാങ്ങാൻ പറ്റിയില്ല, മറ്റു പല നിബന്ധനകളുണ്ട്, അതുകൊണ്ട് ഒരു സർക്കാരിന് പിൻവാങ്ങാൻ പറ്റിയില്ല എന്നൊരു വിശദീകരണം. അപ്പോഴേക്കും ഈ പ്രക്ഷോഭത്തിന്റെയും അല്ലെങ്കിൽ ഈ തർക്കത്തിന്റെയും വിവാദത്തിന്റെയും ഒക്കെ ചൂട് മാറിയിരിക്കും. ആ സമയത്ത് വീണ്ടും പദ്ധതിയിൽ സഹകരിക്കാതിരിക്കും CPM ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സമീപകാലത്തെ അവരുടെ ചെയ്തികളിലൂടെ മനസ്സിലാവുന്നത്. ഒരു ഭാഗത്ത് ഒരുപക്ഷെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രിസഭ ഉടക്കി പിരിയരുത്, അല്ലെങ്കിൽ ഒരു മുന്നണി ഇല്ലാതാവരുത്, അല്ലെങ്കിൽ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി അത് പുറത്തു പോകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഒരുപക്ഷെ CPM ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അല്പമെങ്കിലും വഴങ്ങിക്കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.